ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ചിജ്ജഡ ചിന്തനം. ശ്ലോകം 7. അരുളേ തിരുമേനിയണിഞ്ഞിടുമീരുളേ വെളിയേ ഇടയേ പൊതുവേ കരളേ കരളിങ്കലിരിക്കുമരുമ്പൊരുളേ പുരിമൂന്നു മെരിച്ചവനേ. അരുളേ കാരുണ്യമേ തിരുമേനി അണിഞ്ഞിടുമീ ഇരുളേ. ബ്രഹ്മം മായോപഹിതമാവുമ്പോൾ ഈശ്വരനാകുന്നു. അങ്ങനെ നോക്കിയാൽ തിരുമേനി ഇരുൾ മായ അണിഞ്ഞിരിക്കുന്നതായി കാണാം. വെളിയേ പ്രകാശമേ, ഇടയേ ഇടയ്ക്കുള്ള സ്ഥലമേ, പൊതുവേ പൊതുവായ സ്ഥലമേ, കരളിങ്കിലിരിക്കമരും പൊരുളേ ഉള്ളിൽ വിലസുന്ന അരിയ തത്വമേ, പുരിമൂന്നു മെരിച്ചവനെ മുപ്പുരന്മാരുടെ പുരങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞവനെ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരനാശങ്ങളുടെ പ്രതീകാത്മക വർണ്ണനയാണ് ത്രിപുരദഹനം. കാരുണ്യമേ നിന്റെ തിരുമേനി അണിയുന്ന ഇരുളേ, വെളിയേ പ്രകാശമേ, സ്ഥലമേ, പൊതുവേ കരളേ, കരളിൽ വസിക്കുന്ന അരിയ തത്വമേ, മൂന്നു പുരവും ദഹിപ്പിച്ചവനെ. ഈ സംബോധനകളെല്ലാം എന്നെ രക്ഷിക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശിവനെ മൂർത്തിരഹിതനായും മൂർത്തിസഹിതനായും സംബോധന ചെയ്തിരിക്കുന്നു. ഭഗവാന്റെ കാരുണ്യമൂർത്തിത്വം, തിരുമേനിയെ മറയ്ക്കുന്ന ആവരണം, ആകാശാവിർഭാവം, ജഡപരിണാമങ്ങളിലെ മധ്യഘട്ടം എന്നിവ നോക്കി വിശദമായി ധരിക്കേണ്ടതാണ്. സൃഷ്ടിക്ക് മുൻപ് ആദ്യമായി ശക്തി അജ്ഞാനാവരണം കൊണ്ട് വസ്തുസ്വരൂപത്തെ മറയ്ക്കുന്നു. ഇതിനെ ശാസ്ത്രം അവ്യക്തദശ എന്നാണ് നിർദ്ദേശിക്കുന്നത്. തുടർന്ന് ആവിർഭവിക്കുന്ന ശക്തിയുടെ ആദ്യത്തെ പ്രകടരൂപമാണ് പ്രാണൻ. ഇതിൽ ശാസ്ത്രം മഹത്തത്വം, മഹാനാത്മാവ്, സത്വബുദ്ധി എന്നെല്ലാം പേരുകൾ നൽകിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ബീജമാണ് ഈ സത്വബുദ്ധി. അനന്തരം ഇതിൽ നിന്നും സ്ഥൂലരൂപത്തിലുള്ള പ്രപഞ്ച ഘടകങ്ങൾ ഒന്നായി രൂപം കൊള്ളുന്നു. സൂക്ഷ്മരൂപത്തിലായാലും പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഞാൻ തന്നെയാണത്രേ സത്വബുദ്ധിയുടെ അനുഭവം. അതുകൊണ്ട് സത്വബുദ്ധിയുടെ സ്വരൂപം സാമാന്യ അഹന്തയാണ്. സർവവും ഞാൻ തന്നെ എന്നുള്ള അനുഭവമുള്ളതുകൊണ്ട് രാഗദ്വേഷങ്ങൾക്കോ മതമാത്സര്യങ്ങൾക്കോ ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട് സദാ നിർമ്മലമായി തെളിഞ്ഞു വിളങ്ങുന്ന ഒരു അനുഭവദശയാണ് ഈ പ്രാണസാക്ഷാത്കാരം. പരമാത്മസ്വരൂപിയായ ഈശ്വരൻ ഈ പ്രപഞ്ചമെങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നു. എന്നാൽ ഈ വസ്തുരഹസ്യം ഓരോരുത്തരും ആദ്യമായി കണ്ടെത്തേണ്ടത് അവനവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. സ്വന്തം ഹൃദയത്തിൽ വസ്തു സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ അതിൻ്റെ സർവവ്യാപിത്വവും തെളിഞ്ഞു കിട്ടും. ജഡനിർമ്മിതമായ മൂന്ന് പുരങ്ങളെയും എരിച്ചകറ്റി വേണം ബോധത്തിൻ്റെ അഖണ്ഡനില സാക്ഷാത്കരിക്കുവാൻ. ഒരു സാധകൻ ശ്രവണ മനന നിധിധ്യാസനാദി സാധനകൾ ശീലിച്ചു വേണം ഇതു നേടാൻ. ഭൗതിക കാര്യങ്ങളിലുള്ള സംഘം കുറച്ച് സാധനകൾ ശീലിക്കുന്നതോടെ ആദ്യമായി മനസ്സ് പ്രകാശമേന്തി പ്രസന്നമായിത്തീരുന്നു. തുടർന്ന് ജഡസങ്കല്പങ്ങൾ ഒഴിഞ്ഞുമാറി പ്രാണസാക്ഷാത്കാരത്തിലെത്തിച്ചേരുന്നു. ബോധപൂർവം പ്രാണസ്പന്ദനവും നിലയ്ക്കുന്നതോടെ അഖണ്ഡവസ്തു സ്വരൂപം തെളിയുന്നു. അതോടെ മായാനിർമ്മിതങ്ങളായ മൂന്ന് പുരങ്ങളും മിഥ്യാദർശനങ്ങൾ മാത്രമാണെന്ന് തെളിയുകയും ചെയ്യുന്നു.
വിദ്യയെ സമാശ്രയിക്കുന്നതോടെ അവിദ്യാനിർമ്മിതങ്ങളായ പുരങ്ങളെ ഒഴിച്ചു മാറ്റി. ബോധം സ്വയം തെളിയുന്ന ആശ്ചര്യകരമായ സാക്ഷാത്കാരക്രമമാണ് ഗുരുദേവൻ അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം.